ലോകവ്യാപകമായി ദൈവസഭയെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ആ വാക്ക് മറക്കരുത്. നമ്മുടെ വീട്ടുകാർ മാത്രമല്ല കുടുംബം. സഭയൊരു കുടുംബമാണ്. ലോകം മുഴുവനും പണിയുന്ന ദൈവസഭ ഒരു കുടുംബമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കഴിയണം. നമ്മൾ കുടുംബപ്പേര് പറഞ്ഞ് മഹിമ കൊള്ളുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ് എന്നതിൽ അഭിമാനമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാറ്റ് ഈസ് സോ ട്രൂ. നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ആ എക്സാക്ട് വേർഡ് ബൈബിൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലാണ് ദൈവത്തിൻ്റെ ഭവനക്കാർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന് കാണുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഹോൾ ഇങ്ങനെ ഇരിക്കുമെന്ന് ആരും ചിന്തിക്കില്ലായിരുന്നു. അതുപോലെ ഒരു മെസ്സെന്ന് പറയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ VBS നടക്കുകയായിരുന്നു. വളരെ മനോഹരമായ ഒരു VBS. ഈ ചൂട് കൂടിയ സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തപ്പോൾ നമുക്ക് എയർ കണ്ടീഷനിങ്ങും മറ്റുമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ ഒരു 63 കുഞ്ഞുങ്ങൾ വരെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ മനോഹരമായൊരു VBS നടത്താൻ ദൈവം നമ്മളെ ബലപ്പെടുത്തി. ഓരോരുത്തരെയും ബലപ്പെടുത്തി വളരെ സമർപ്പണത്തോടെ അതിനുവേണ്ടി അധ്വാനിച്ച ഓരോ വ്യക്തികളെ ഓർത്ത്. ഇന്നലെ അവസാനം ഇവിടെ അധ്വാനിച്ച പ്രദീപാണെന്ന് തോന്നുന്നു, അരവിന്ദമൊക്കെ പിന്നീട് വരികയുണ്ടായി. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സിസ്റ്റർ പ്രീതി സുഖമില്ലാതെ ആയിരുന്നിട്ടും ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യാൻ ദൈവം സിസ്റ്റർ പ്രീതിയെ ബലപ്പെടുത്താനായിട്ട് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കരിയേറ്റും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ലീഡ് ചെയ്തത്. എനിക്ക് തോന്നുന്ന ആ ഒരു ആൻ തരംഗം ഓരോ നിലകളിൽ ഇങ്ങനെ പിന്തുടരുന്നത് പോലെയാണ്. എത്ര മനോഹരമായിട്ടാണ് ലീഡ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം. അതിന് ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് ചെയ്തു. ആ ഫയറിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ, അനേകം കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ ദൈവം അത് വഴിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ VBS നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാൽ ഈ കാണുന്നവർക്ക് തോന്നും, ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് തോന്നും ഇതെന്താ ഈ സ്കൂബ VBS എന്നായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ VBSൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ആകമാനം വസ്തുതയുടെ ഒരു ചെറിയ നട്ഷൽ രൂപം നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ സന്ദേശത്തിലേക്ക് ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നിങ്ങളെല്ലാം തയ്യാറാണോ അതിന്? ഇവിടെ എന്താ നടന്നതെന്ന് അറിയണ്ടേ? കുഞ്ഞുങ്ങളെ ഒരുപാട് രസകരമായ ആക്ടിവിറ്റിയിലൂടെ ഒത്തിരി ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ തോന്നുമ്പോൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ നോക്കി ഇത് എന്താ സംഭവം എന്ന് നമുക്ക് പിടികിട്ടുകയില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്യാൻ അവർക്ക് ഓരോ രൂപകങ്ങൾ ഉപയോഗിച്ച് ഓരോ ജീവികൾ, ഇതൊക്കെ ഫിഷുകളാണ്, ഓരോ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ ഉപയോഗിച്ച് അവരെ സൃഷ്ടാവിങ്കിലേക്ക് നടത്താൻ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ പാകാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ഒരു VBS ആണ്. ഇതൊരു വേൾഡിൽ മുഴുവനും നടക്കുന്ന ഒരു VBS ആണ്. നമ്മളും അതിൻ്റെ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്ലോബലി നടക്കുന്ന ഒരു VBS ആണ് ഇവിടെ നമ്മുടെ ഇടയിൽ നടന്നത്. അതിൻ്റെ പേര് സ്കൂബ എന്നാണ്. സ്കൂബ എന്നുള്ള വെള്ളത്തിൽ ഡൈവ് ചെയ്ത സ്കൂബ ഡൈവിങ്ങിന് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ സ്കൂബ വെള്ളത്തിലേക്ക് പോയി വെള്ളത്തിൻ്റെ ലോകത്ത് ഒരുപാട് മനോഹരമായ വസ്തുക്കൾ കാണാനുണ്ട്. പക്ഷെ അതിലൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക്, ബന്ധത്തിലേക്ക്, ടു ഡൈവ് ഡീപ്പർ, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ VBSൻ്റെ ലക്ഷ്യം. സോ വേറെ എല്ലാം മറന്നാലും അതാണ് അവർ മറക്കാതെ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവരെ പഠിപ്പിച്ച 5 ബൈബിൾ പോയിന്റുകളുണ്ട്. 5 ദിവസമായിരുന്നു VBS. ഓരോ ദിവസവും പ്രധാനമായി പഠിപ്പിച്ച 5 ബൈബിൾ പോയിന്റുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഹാരിയറ്റ് ഈസ് വില്ലിംഗ് ടു ടെൽ ദാറ്റ്. 5 പോയിന്റുകളൊന്ന് വന്ന് പറയാമോ നിങ്ങൾ ഒന്ന്? ഈവൻ ഗ്രേസ്ലിൻ ആൾസോ ക്യാൻ കം ആൻഡ് ജോയിൻ. നിങ്ങൾക്ക് ഉറക്കെ ഒന്ന് പറയാമോ ഈ 5 ബൈബിൾ പോയിന്റുകൾ? God is a friend you can trust. God is a friend who loves. God is a friend forever, and God is a friend for everyone, and God is a friend real.
Thanks, God. ഓക്കെ, ഈ 5 താങ്ക് യു ഒന്ന് കരമടിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ച്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ 5 ദിവസങ്ങളിൽ ഈ 5 തരം മത്സ്യങ്ങളെ ഉപയോഗിച്ച് അവരുടെ ഹൃദയത്തിൽ പാകിയ ദൈവവചനത്തിന്റെ വിത്ത് ഇതായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എത്ര ഉത്സാഹപൂർവ്വം രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് 7:30 എഴുന്നേറ്റ് ഇവിടെ 9 മണി 9:05 ആകുമ്പോൾ തുടങ്ങുമായിരുന്നു. എന്തൊരു ഉത്സാഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഉത്സാഹമില്ലാതെ വരാൻ പറ്റുമോ? അപ്പോൾ അവരെ എന്തോ ഉത്സാഹിപ്പിക്കുന്ന ഒരു ഡൈനാമിക്സ് അതിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ ആദ്യമായിട്ട് ഈ 5 പോയിന്റുകൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ഒരു ചിന്ത പോലെ ഇടുകയാണ്. ദൈവം, മലയാളത്തിൽ ഞാൻ പറയാം, ദൈവം ഒരു നല്ല സുഹൃത്താണ്. ദൈവം ഒരു നല്ല സുഹൃത്താണെന്നല്ല, ഈ നല്ല സുഹൃത്ത് റിയലാണ്, കപടമല്ലത്, സത്യമാണ്. ഗോഡ് ഈസ് എ ഫ്രണ്ട് ഹൂ ഈസ് റിയൽ. യഥാവാനായ സത്യവാനായ ഒരു സ്നേഹിതനാണ് ദൈവം എന്ന സത്യമാണ് 1-ാം ദിവസം വരെ പഠിപ്പിച്ചത്. ഞാൻ ഒരു ആത്മീയ സന്ദേശമായിട്ട്, ഡു യു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് റിയൽ? റിയൽ എന്നതിന് പകരമായിട്ടൊരു ചിന്ത നമ്മൾ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അൺറിയൽ, സാങ്കല്പികം, വെറുതെ ചമച്ചുണ്ടാക്കുന്ന ഒരു കഥയാണോ നമുക്ക് ദൈവം? നോ, ഹി ഈസ് റിയൽ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ 2 കാര്യം വിശ്വസിക്കണമെന്നാ ബൈബിൾ പറയുന്നത്. വിശ്വാസം. വിശ്വാസികൾ എന്ന് പറയുന്നതല്ല, 2 കാര്യം നമ്മൾ വിശ്വസിക്കണം. ഏതാ 2 കാര്യം? ആദ്യം ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. അതാണ് ഗോഡ് ഈസ് റിയൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അല്ലാതെ എല്ലാവർക്കും ഒരു മതമുണ്ട്, എല്ലാവർക്കും ഒരു ആത്മീയ ചിന്തയുണ്ട്, അതല്ല. ഗോഡ് ഈസ് റിയൽ, അത് യഥാർത്ഥമാണ്. ദൈവം ഉണ്ട്, അത് സങ്കല്പമല്ല. എനിക്ക് തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, പക്ഷെ ഹി ഈസ് ദേർ. ഒരു തുള്ളി വെള്ളത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം എനിക്ക് എന്നും ആവേശം കൊള്ളുന്നൊരു കാര്യമാണ്. അവർക്കൊരു റബ്ബർ ബാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, വാച്ച് ഔട്ട് ഫോർ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോഡ് സൈറ്റിങ് അവർ വാച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ എവിടെ ദൈവത്തെ അനുഭവിക്കാൻ ഒരു വഴിയുണ്ടോ അത് കണ്ടെത്തണമെന്ന്. ദൈവം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്ത് വസ്തുതയാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് നമുക്കറിയാമോ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദൈവം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യങ്ങൾ അന്വേഷിച്ച് നടക്കാറുണ്ടോ? എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യം വെള്ളമാണ്. എനിക്ക് വെള്ളത്തെ നോക്കി നിൽക്കാൻ വളരെ ഇഷ്ടമാണ്. വെള്ളത്തിന്റെ കളർ എന്താ? വെള്ള, നീല. കളറില്ലാത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കളറില്ലാത്തൊരു സാധനം തമ്പുരാൻ ഉണ്ടാക്കിയത് വെള്ളം. ഈ വെള്ളം ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണെന്നാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചത്. H2O. H2O, 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജനും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എൻ്റെ പ്രിയരെ, ഈ വെള്ളമാണ് നമുക്ക്. ഇതില്ലാതെ നമുക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ശരീരത്തിന് തന്നെ ബഹുഭൂരിപക്ഷം വെള്ളമാണ്. ഈ ലോകത്തിൽ 3/2 വെള്ളമാണെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ ഒരു വെള്ളം എന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാമോ? ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1 തന്നെ അതിന് രൂപകങ്ങളുണ്ട്. അതിന് സൂചന നമുക്ക് തരുന്നു. വെള്ളം, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ വെള്ളമുണ്ടല്ലേ? വാ. പക്ഷേ നമ്മുടെ അരികിലൂടെ ഒഴുകുന്ന, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറി കുളിക്കുന്ന ഒരു തുള്ളി വെള്ളം എത്ര വലിയ അത്ഭുതമാണെന്ന് ചിന്തിക്കാൻ നമ്മൾ പലപ്പോഴും നോക്കിയിട്ടില്ല. അതൊക്കെ അങ്ങനെ ഉണ്ടാവേണ്ടതാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളടക്കം ചിന്തിക്കുന്നത്. No, this is a miracle.
അതൊരു അത്ഭുതമാണെന്ന് നമ്മൾ കാണുന്നില്ല. ഇതുപോലെ ഇതെങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദൈവം നിർമ്മിച്ചതാണ് ഇത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു തുള്ളി വെള്ളത്തിലൂടെ ശരിക്കും നമ്മൾ തീവ്രമായി നോക്കുകയാണെങ്കിൽ സൃഷ്ടാവിനെ നമുക്ക് കാണാം. ഹിന്ദുയിസത്തിൽ ഒരു ചൊല്ലുണ്ട്, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് നമ്മൾ തൂണിലും തുരുമ്പിലും ദൈവമില്ല, പക്ഷേ തൂണും തുരുമ്പും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതിലൂടെ എല്ലാം ദൈവത്തിങ്കിലേക്കൊരു വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ പോഡിയം ഇത് മരമാണ്, ഇത് പ്ലൈ ആണ്. ഈ പ്ലൈ എങ്ങനെ ഉണ്ടായത്? കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഇത് എവിടെ നിന്ന് വന്നു? ഇത് ചുമ്മാതങ്ങ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി വന്നതാണോ, അതോ ഏതോ കാറ്റടിച്ചപ്പോൾ ഇവിടെ ഉരുണ്ട് കയറി വന്നതാണോ ഈ പോഡിയം? ആണോ? അല്ല. ഇതുണ്ടായത് എങ്ങനെയാണ് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കൊച്ചു പ്രായത്തിൽ ഞാൻ എൻ്റെ മൂത്ത മകൾക്ക് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒരു ദൈവദാസൻ തന്നു, ഒരു ബുക്ക്. ആ ബുക്കിൽ ഓരോ വസ്തുക്കളിലൂടെയും ദൈവത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യങ്ങൾ ചൂണ്ടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി ആ ബുക്ക്. അത് ഞാൻ തന്നെ ഇടയ്ക്ക് നോക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു ടേബിൾ കാണിച്ച് പറയണം, മോനെ ഈ ടേബിള് എവിടെ നിന്നുണ്ടായി? മരം കൊണ്ടുണ്ടാക്കി. മരം എവിടെ നിന്നുണ്ടായി? മരം കാട്ടിൽ നിന്നുണ്ടായി. അപ്പോൾ കാടെങ്ങനെ ഉണ്ടായി? ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പം ഇത് അവസാനമില്ല. ഇത് നമ്മൾ അവസാനം പറയണം, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചത്. കമ്പനിയുടെ കരവിരുതാണെങ്കിലും നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതെവിടെയോ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ പുറകിൽ ഏതൊക്കെയോ കരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ഡിസൈനുകളുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി? അതെങ്ങനെ ഉണ്ടായി? ആ തലച്ചോറുകളെ സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. ഹലോ, ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയും ദൈവത്തെ കാണാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കണം. ദൈവം യഥാവാനാണ്. ദൈവത്തെ നേരിട്ട് നമുക്ക് തൊടാൻ പറ്റില്ല. കർത്താവ് അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് തൊടാൻ പറ്റി. അത് ശിഷ്യന്മാർക്ക്, ആദിമകാലത്തെ അപ്പോസ്തലന്മാർക്ക് മാത്രം കിട്ടിയ ഒരു പ്രിവിലേജ് ആയിരുന്നു. നമുക്ക് ആ പ്രിവിലേജ് ഇല്ല. സ്വപ്നത്തിലും വെളിപ്പാടിലൂടെയൊക്കെ ഒരു ഇടപെടിയിൽ നമുക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതും അന്ന് അപ്പോസ്തലന്മാർ അനുഭവിച്ച് നേരിട്ട് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത് എന്നൊക്കെ പറയുന്ന ആ ഒരു അനുഭവം നമുക്കില്ല. പക്ഷെ അവര് കള്ളസാക്ഷികളുമല്ല. അവർ പറഞ്ഞ സാക്ഷ്യം കള്ളമല്ല. അവർ കള്ളസാക്ഷികളല്ല. അവർ കള്ളം പറഞ്ഞ് കുറേ ജനത്തെ, ലോകത്തിൽ കൊല്ലങ്ങളായി ജീവിക്കാൻ പോകുന്ന കുറേ ജനത്തെ വഞ്ചിക്കാൻ വേണ്ടി എഴുതി വെച്ച കാര്യമല്ല ഇത്. സത്യമായ സാക്ഷികളായിരുന്നു, കള്ളസാക്ഷികളായിരുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത് കുറിച്ചു വെച്ചു. ഞങ്ങൾ അനുഭവിച്ചത്, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെ, നമ്മൾ ജീവിക്കുന്നതിലൂടെ, ജീവൻ എന്ന മഹത്വം, രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് ദൈവം ബലം തന്നല്ലോ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഗോഡ്. ബിക്കോസ് ഓഫ് ഗോഡ് എന്ന് ചിന്തിക്കാൻ കഴിയണം. അല്ലാതെ നമ്മൾ കഴിച്ച കുറേ വിഷമൊക്കെ ചേർന്ന കുറച്ച് ആഹാരവും കുറച്ച് മറ്റ് മട്ടൺ ബിരിയാണിയുടെയും ഒന്നും ആരോഗ്യം കൊണ്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കുന്നവർക്കായി നന്ദി. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മൾ ദൈവത്തെ നോക്കണം. നമ്മുടെ ചുറ്റും ദൈവത്തെ അനുഭവിക്കാനുള്ള വഴി നോക്കണം. അതിലൊന്നാമത് നമ്മൾ ചുറ്റും കണ്ടോടിക്കണം. രണ്ടാമത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തരുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനമാണത്. ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം
യഥാവാനാണെന്നും ജീവിക്കുന്നു എന്നുമുള്ള ഏറ്റവും ആത്യന്തികമായ വെളിപ്പാട് ക്രിസ്തുവിലൂടെ, വചനത്തിലൂടെ, ആത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഗോഡ് ഈസ് റിയൽ. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ആ മഹത്തായ പാഠം ഒരു ശിശു എന്ന പോലെ ഇന്ന് നമുക്കും കൈക്കൊള്ളാൻ കഴിയട്ടെ. ലളിതമാണെന്ന് തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവം ഉണ്ട്, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, എനിക്ക് ദൈവത്തെ അറിയാം, ഇതായിരിക്കണം ആത്മീയ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രചോദനം. ഗോഡ് ഈസ് എ ഫ്രണ്ട്. എനിക്ക് എതിരല്ല, ദൈവം എനിക്ക് എതിരല്ല, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം നമ്മുടെ ശത്രു ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം നമ്മുടെ ശത്രു ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല, ഈ ജീവിതം സാധ്യമാകുമായിരുന്നില്ല. എത്ര മനോഹരമാണ്, എത്ര ദുഃഖം നിറഞ്ഞതാണെങ്കിലും ഈ ലോകത്തിൽ വരാതിരുന്നതായിരുന്നു നല്ലതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ജന്മദിവസത്തെ പോലും ശപിക്കുന്ന ആളുകൾ അപൂർവമായിട്ടുണ്ട്. പക്ഷെ അവർ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുക. ദുഃഖം നിറഞ്ഞതാണെങ്കിലും ഇത്ര മനോഹരമായ, എത്ര ദുഃഖം നിറഞ്ഞതാണെങ്കിലും നമുക്ക് ഈ ജീവിതം തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദിയുണ്ടോ? നന്ദിയോടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ ജീവിതം ഒരിക്കലും ഒരു ആകസ്മിക സംഭവമല്ല, യാദൃച്ഛികമല്ല. യഥാവാനായ, സത്യവാനായ ഒരു ദൈവത്തിൻ്റെ നിർണയമാണ് എൻ്റെ ജീവൻ, എൻ്റെ ജീവിതമെന്ന്, എൻ്റെ വ്യക്തിത്വമെന്ന് പറയുന്നു. ദൈവം സങ്കല്പമല്ല, ദൈവമുണ്ട്. ദൈവമുണ്ട്, ദൈവം വാഴുന്നത് കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന കാഴ്ച നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ കാഴ്ച നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. ദൈവം എനിക്ക് അനുകൂലമാണ്. അടുത്ത സത്യം, ഗോഡ് ഈസ് എ ഫ്രണ്ട് ഹു ലവ്സ് എന്നാണ്. ഇതെല്ലാം സൗഹൃദത്തെ ആസ്പദമാക്കി ഒരു നമ്മളോട് ശിശു എന്ന പോലെ ദൈവരാജ്യം കൈക്കൊള്ളാൻ പറയുമ്പോൾ ഈ ആരംഭ പാഠങ്ങളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനാണ് കർത്താവ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹിതനാണ് ദൈവം. സ്നേഹിതൻ എന്ന പദം പറയുമ്പോൾ ദൈവം, ഗോഡ് ഈസ് എ ഫ്രണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ ഫ്രണ്ട്സ് എന്ന അഡ്രസ്. നമുക്ക് സ്നേഹിതൻ എന്ന് പറയുമ്പോൾ നമുക്ക് എടാവാട ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ എടിവാടി എന്നൊരു ബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധമല്ല ദൈവമായിട്ട് നമുക്ക്. ആ ഒരു നിലയിലല്ല ദൈവവുമായിട്ടുള്ള സൗഹൃദത്തെ നമ്മൾ കാണേണ്ടത്. ദൈവം ഒരു രാജാവാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ഗോഡ് ഈസ് ഗോഡ്. യെറ്റ് എന്നിരുന്നാലും നമ്മളുമായി സൗഹൃദം കൂടി നമ്മിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ് മഹത്വം. ഏദൻ തോട്ടത്തിൽ അവരോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ സൗഹൃദത്തിന്റെ ആ ഒരു മാനം എന്ന് പറയുന്ന ഭൂമിയിലുള്ള നമ്മൾ അന്യോന്യം കൂടുന്ന ഒരു സൗഹൃദത്തെ സമാനമായിട്ടല്ല ദൈവത്തോടുള്ള ആ ബന്ധത്തെ കാണേണ്ടത്. പക്ഷെ നമ്മിലേക്ക് ഇറങ്ങി വരാന്, നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളോടൊപ്പം കരയുന്ന, യെസ്, മേരിയോടൊപ്പം കല്ലറയ്ക്കൽ കർത്താവ് കരഞ്ഞു എന്ന് പറയുന്ന വാക്ക് എത്ര നിർണായകമാണെന്നറിയാമോ? നമ്മളോടൊപ്പം ദുഃഖിക്കുന്ന, നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന കർത്താവിനെ നിങ്ങൾക്കറിയാമോ? അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ അതൊക്കെ ചെയ്തില്ലേ? കരയുന്നവരോട് കൂടെ കരയാൻ പറഞ്ഞു, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ മനസ്സല്ലേ കർത്താവ് കാണിച്ചത്? അതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിതൻ. ഗോഡ് വൺ ഹു ലവ്സ് us എന്ന് പറയുന്നത്. ഈസ് എ ഫ്രണ്ട് ഹു ലവ്സ് us and constantly love us.
എത്ര മഹത്തായ ഒരു സത്യമാണെങ്കിലും ഇത് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം ആരാണ്? അവിടുന്ന് ഉന്നതനാണെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവം, അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നല്ലേ കർത്താവിനെ അറിയപ്പെട്ടത്? അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ല, പക്ഷെ അവരെ വിശുദ്ധന്മാരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ് അത് വിളിച്ചറിയിക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ കർത്താവിനെ അറിയപ്പെട്ടത് ആ ഒരു പേരിലായിരുന്നു എന്ന ചിന്ത നമ്മളെ ഇന്ന് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ മനസ്സാണത് കാണിക്കുന്നത്. അവൻ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. സോ ഹി കണ്ടിന്യൂസ്ലി ലവ് us. നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിതനാണ്. ഗോഡ് ഈസ് എ ഫ്രണ്ട് ഹു ലവ്സ്. ഈ മഹത്തായ സത്യം ഇവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലല്ല, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സോ മൂന്നാമത്തെ സത്യം അവരെ പഠിപ്പിച്ചത് ഇന്ന് നമുക്കൊരു സന്ദേശമായി വരുന്നത്, ഗോഡ് ഈസ് എ ഫ്രണ്ട് വി ക്യാൻ ട്രസ്റ്റ്. നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു സ്നേഹിതനാണ് ദൈവം എന്ന സത്യമാണ്. അതാണ് ഈ ഫിഷിൻ്റെ ഓരോ ദിവസത്തെ ഫിഷിൻ്റെ ഒക്കെ ഉദാഹരണം. അത് നിങ്ങളൊന്ന് കൗതുകപൂർവ്വം അതൊന്ന് വായിക്കാൻ പറ്റുന്നവർക്കൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഗോഡ് ഈസ് എ ഫ്രണ്ട് ഹൂം വി ക്യാൻ ട്രസ്റ്റ്. ഇന്ന് ലോകത്തിൽ ആശ്രയിക്കാൻ കൊള്ളാകുന്നത് ആരെയാണ്? ആരെ നമുക്ക് ആശ്രയിക്കാം? എല്ലാവരും ചില സമയത്ത് ചിലർ പറയാറുണ്ട്, എനിക്ക് എന്നെപ്പോലും ചിലപ്പോൾ പിടിക്കുകയല്ലെന്ന്. നമ്മളെപ്പോലും നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയും ജഡ്ജ്മെൻറ്റുകൾ റോങ് ആണ്. നമുക്ക് ആരെ ആശ്രയിക്കാം? ഹൂ ഈസ് ട്രസ്റ്റ് വർത്തി? ശരിക്കും ഇന്ന് നമ്മൾ പാടി പ്രാണപ്രിയ പ്രാണപ്രിയ. ഒരു പ്രാണപ്രിയൻ ശരിക്കും എവിടെയാ ഉള്ളത്? നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പ്രാണപ്രിയൻ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിലും അത്രമാത്രം പ്രാണൻ പോലും നമുക്ക് അർപ്പിക്കാവുന്ന ഒരു പ്രാണപ്രിയൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കർത്താവേ ഉള്ളൂ, അത് ദൈവമേ ഉള്ളൂ. ഭർത്താവ്, ഭാര്യ, കാമുകൻ, കാമുകി, ഇതൊക്കെ വളരെ കുറച്ചു നേരത്തേക്ക് പറയും. 10 ദിവസം കഴിയുമ്പോൾ തീർന്നു. 10 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ അതിന് ആയുസുള്ളൂ. കർത്താവ് പറഞ്ഞൊരു കാര്യം, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞു. നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നത് ദൈവമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു സ്നേഹിതനെ പോലെ നമ്മുടെ ബേർഡൻ ചുമക്കുന്ന, നമുക്ക് ആശ്രയിക്കുന്ന, വിശ്വസ്തയോടെ കൂടെ നിൽക്കുന്ന ഒരു സ്നേഹിതനാണ് ദൈവം എന്ന സത്യം ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു സന്ദേശമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ ആശ്രയിക്കാൻ കൊള്ളാകുന്നവനാണ് ദൈവം എന്ന ആ സത്യം നമ്മുടെ ഹൃദയത്തിലും രൂഢമൂലമാവണം. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ കർത്താവിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ടുള്ളവർക്ക് അറിയാം, ഒരേപോലെ ഇരിക്കുകയില്ല എപ്പോഴും. നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധവും ഒരു ഗ്രാഫ് വരച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ചില സമയത്തൊരു വരയായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിയാണോ? സീസൺസ് പോലെയാണ്. ചില സമയത്ത് വളരെ നന്നായി ബ്ലൂം ചെയ്യും, ചില സമയത്ത് ഇലയെല്ലാം കൊഴിഞ്ഞു പോകുന്ന സീസൺ പോലെയാണ് ചിലപ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം. ചില സമയത്ത് നമ്മൾ പിന്മാറ്റത്തിലായിരിക്കും. ലെറ്റ്സ് ബി ഓണസ്റ്റ്. പക്ഷെ ആ സമയത്ത് കർത്താവ് നമ്മളെ ഉപേക്ഷിച്ച് പോയായിരുന്നെങ്കിലോ? ഈ ബന്ധം തുടരുമായിരുന്നോ? ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ എന്ന് പറയുന്ന അതാണ്.
ട്രസ്റ്റ് വർദിയാണ് ദൈവം എന്ന് പറയുമ്പോൾ ഹി വിൽ നോട്ട് ബാക്ക് ഓഫ്. ഹി വോണ്ട് ബാക്ക് ഓഫ്. ഇതൊരു കവനന്റ് റിലേഷൻഷിപ്പാണ്, ഉടമ്പടി ബന്ധമാണ്, വെറും ഒരു കോൺട്രാക്ട് ബന്ധമല്ല. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഷ്രിങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ അവിശ്വസ്തരായാലും, തീമോഥെയോസിലേക്ക് ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ചില സീസണുകളിൽ നമ്മൾ അവിശ്വസ്തരായി നമ്മളുടെ ഗ്രാഫ് താഴോട്ട് പോയാലും വിശ്വസ്തയോടെ നമ്മളെ പിന്തുടരുന്നവനാണ് ദൈവം. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിരന്തരം റെലന്റ്ലെസ് ആയി പ്രവർത്തിക്കുന്നവനാണ് ദൈവം എന്ന സത്യമാണ് ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളം ഊഷ്മളത ഉള്ളതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള ആ ബന്ധം, ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിന് ഊഷ്മളത ഒരിക്കലും കുറയരുത് എന്ന നിർണയമുള്ളവരായിരിക്കട്ടെ നമുക്ക്. ആ ഊഷ്മളതയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് ട്രസ്റ്റ് വർതി. നമ്മളും ട്രസ്റ്റ് വർതിയായി പ്രൂവ് ചെയ്യാൻ, ദൈവത്തിൻ്റെ ട്രസ്റ്റിന് ഞാൻ യോഗ്യനായി എന്നെ എണ്ണി ആ ട്രസ്റ്റ് വർതിനെസ് കാണിക്കാൻ എന്നെ സഹായിക്കണമേ. കുറവുകളൊക്കെ വരുമ്പോഴും നിരാശപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടിപ്പോകാതെ, പിൻവാങ്ങിപ്പോകാതെ, തോറ്റു പിൻവാങ്ങുന്നവരുടെ ഗണത്തിലല്ല, പിന്നെ ഏത് ഗണത്തിലാ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിലായിരിക്കണം നമ്മൾ. Hallelujah. Although seasons of difficulties are real, അൺറിയലായിട്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുതെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈസ് ട്രസ്റ്റ് വർതി. ആ ബന്ധത്തിൽ നിന്ന് ദൈവം അങ്ങനെ ഓടി പിൻവാങ്ങി ഒന്നും പോകത്തില്ല. Praise the Lord. ഓടി പിൻവാങ്ങി പോകത്തില്ലെന്ന് ഞാൻ അർത്ഥം. He will be relentless. അടുത്ത മഹത്തായൊരു സത്യം എന്താണ്? ദൈവം എന്നേക്കും നമ്മുടെ സുഹൃത്തായിരിക്കും എന്നുള്ളത്. ഗോഡ് ഈസ് എ ഫ്രണ്ട് ഫോർ എവർ. ആ കുഞ്ഞുങ്ങളെ ഈ ഓരോ ഉദാഹരണങ്ങളിലൂടെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുമ്പം കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വന്നവർക്കറിയാം എത്ര ആവേശത്തോടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടതെന്ന് ഞാൻ ചിന്തിക്കുക. എല്ലാം ഒന്നും അവർക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കാം. പക്ഷെ ഈ സീഡ് തോട്ട് അവരുടെ ഹൃദയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത എക്സ്പെരിമെൻറ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സത്യം ദൈവവചനത്തിലെ നിത്യമായ സത്യങ്ങളാണ്. ദൈവം എന്നേക്കും ദൈവത്തോടൊപ്പം സൗഹൃദത്തിൽ ജീവിക്കാനാണ്, ബന്ധത്തിൽ ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരു കാലയളവിന് വേണ്ടി ചങ്ങാത്തം കൂടിയ ബന്ധമല്ല നമുക്ക് ദൈവത്തോട്. കൊച്ചു പ്രായങ്ങളിലെ സുഹൃത്തുക്കളെയൊക്കെ ഓർത്ത് അയ്യോ എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലേ. അപൂർവമായ ചില നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ് കിട്ടാറുണ്ട്. വളരെ ആത്മാർത്ഥതയുള്ള സൗഹൃദങ്ങൾ. പക്ഷെ എന്നേക്കും കൂടെ ഇരിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടോ? ദൈവവചനത്തെ മാറോട് ചേർത്ത് പിടിച്ച് forever he will be my friend. Hallelujah. അതോർത്ത് നിങ്ങളുടെ ഉള്ളത്തിലൊരു സന്തോഷം ഉണ്ടാവട്ടെ. എന്നേക്കും അവിടുന്ന് എൻ്റെ സ്നേഹിതനായിരിക്കും. മരണം കൊണ്ടും അവസാനിക്കത്തില്ല സ്നേഹബന്ധം. അങ്ങനൊരു ഗാനമുണ്ടല്ലേ, മരണം കൊണ്ട് അവസാനിക്കാത്ത അനന്തതയോളം നീളുന്ന ഈ സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, ഭൂസീമവാസികളെ മുഴുവനും വിളിക്കുന്ന, ക്ഷണിക്കുന്ന ദൈവമാണ് ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവമെന്ന് ഞാൻ ഉറക്കെ പറയട്ടെ. Hallelujah. And forever he will be my friend. Hallelujah. എനിക്ക് ഏറ്റവും ഇഷ്ടം വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ അവർക്ക് കൊടുത്ത വാക്യം യോഹന്നാൻ 11:25. മേ ബി ഫസ്റ്റ് വിൽ റീഡ് ദാറ്റ്. ആദ്യം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 11:25 വാക്യം. ഹല്ലേലൂയ. ദൈവവചനം ശ്രദ്ധിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25 വാക്യം. അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വാക്യം.
യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മതി. സോ എന്നിൽ വിശ്വസിക്കുന്നവന് മരണം ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇനി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ ശ്രദ്ധിക്കൂ. എനിക്ക് എപ്പോഴും വായിക്കാനും വായിച്ച് കേൾപ്പിക്കാനും ഇഷ്ടമുള്ള ഭാഗമാണ് ഈ ഭാഗം. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം മുഴുവനും അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മളോട് വിശ്വാസികളോടുള്ള ഒരു അറിയിപ്പ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും വായിച്ച് കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യണം. 21-3 എത്ര വായിച്ചാലും അതിൻ്റെ അർത്ഥമഹത്വം തീരത്തില്ല. 21-3 വായിക്കാമോ? സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ചെറിയ ശബ്ദമല്ല, ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. യെസ്, അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഒരു നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഈ വാക്യം ഒന്ന് കാണട്ടെ. മഹാശബ്ദമായിരുന്നു അത്. ഇറ്റ് വാസ് വെരി 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 ക്ലിയർ. ഒരു ഫീബിൾ വോയിസ് അല്ല താൻ കേട്ടത്, ഒരു മഹാശബ്ദമാണ്. ഇറ്റ് വാസ് ക്രിസ്റ്റൽ ക്ലിയർ. കേട്ടത് എന്താണ്? മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ കൂട്ടായ്മ തുടങ്ങുമ്പോൾ ആരംഭത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ഭവനക്കാർ. ദൈവത്തിന്റെ ഭവനക്കാർ. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്ന മഹത്തായ ഒരു അന്തത്തിലേക്കാണ് ശരിക്കും ദൈവത്തിന്റെ ജനം യാത്ര ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ അവരോട് കൂടെ വസിക്കുമെന്ന് പിന്നെയും പറയുന്നു. കൂടെ കൂടെ ദൈവം കൂടെ വസിക്കുമെന്ന് പറയുമ്പം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ബൈബിള് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അമർത്യതയുള്ളവനാണ് ദൈവം. ദൈവത്തിന് അദൃശ്യനായ ദൈവത്തിന് ഒറ്റ ദൃശ്യ രൂപമേ ഉള്ളൂ. അതാരാ? ക്രിസ്തുവാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ അദൃശ്യനായ ദൈവത്തിന് ഒറ്റ ദൃശ്യമായ രൂപമേ ഉള്ളൂ, അത് ക്രിസ്തുവാണെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. And this is so amazing. This is, I believe so. And forever he will, നമുക്ക് ക്രിസ്തുവിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയാൻ, forever മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം, ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ കൂടെ വസിക്കുമെന്ന് പറയുന്നത് ലിറ്ററൽ ആയിട്ടുള്ളൊരു വാസം തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരോട് സംസാരിച്ചോ? ശിഷ്യന്മാരോട് സംസാരിച്ചു. അത് അവരെ തൊടാൻ പറഞ്ഞോ? കർത്താവിനെ തൊടാൻ പറഞ്ഞോ? കർത്താവ് എന്താ പറഞ്ഞത്? തോമസിനോട് വന്ന് തൊടാനാ. അപ്പം അത് വെറും ഒരു സാങ്കല്പിക ശരീരമോ ഒരു കാണാൻ പറ്റാത്ത ഒരു ശരീരമായിട്ടായിരുന്നില്ല അവരുടെ മധ്യത്തിൽ. ഇറ്റ് വാസ് എ റിയൽ ആയിരുന്നു. അതാ അതിൻ്റെ അർത്ഥം. ഭൂതങ്ങൾക്ക് മാംസമില്ല, എല്ലില്ല എന്നുള്ളൊരു കാര്യം കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് അത് രണ്ടും ഉണ്ടായിരുന്നു അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. അപ്പോൾ ഫോർ എവർ ഹി വിൽ ബി, അവരോട് കൂടെ വസിക്കുമെന്ന് പറയുന്ന വസിക്കുന്നത് ആരാണ്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് തന്നെ. അദൃശ്യനായ ദൈവം നമ്മളോട് ഉള്ള ബന്ധത്തിൽ ഫോർ എവർ ഹി വിൽ ആൾസോ ബി ഹ്യൂമൻ. മനുഷ്യപുത്രൻ എന്ന പേരുകൊണ്ട് അത് എന്നേക്കും അത് സത്യമായി തീരുകയാണ്. എന്ന് വെച്ചാൽ ഹി വിൽ ആൾസോ, ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തോട് റിലേഷൻ ഇല്ല പ്രിയരെ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ളൊരു സംവിധാനം തന്നെയായിരിക്കും അതെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. യു ക്യാൻ ഡിസഗ്രീ, ആൻഡ് ദിസ് ഇസ് ഞാൻ മനസ്സിലാക്കുന്ന ആത്മീയ ചിന്ത അതാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്നത് പോലും ആ ഒരു അർത്ഥത്തിലാണ്. ഫോർ എവർ ഹി വിൽ ബി ഹ്യൂമൻ എന്നുള്ളതാണ്. ഹ്യൂമൻ ആൾസോ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു. സോ ദാറ്റ് വി ക്യാൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്.
കൂടെ വസിക്കാൻ, ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് എന്നും നിലനിൽക്കാനുള്ള മഹാഭാഗ്യമാണ് ദൈവരാജ്യത്തിൽ നമുക്കുള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുന്നു. ആൻഡ് ഫോർ എവർ ഹി വിൽ ബി മൈ ഫ്രണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഈ സത്യം നമ്മുടെ ഉള്ളത്തിൽ രൂഢമൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ദ ഫൈനൽ ട്രൂത്ത് ദാറ്റ് ദേ ലേൺഡ് ആൻഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ ആസ് എ മെസ്സേജ് ഈസ് ഗോഡ് ഈസ് എ ഫ്രണ്ട് ഓഫ് എവ്രി വൺ എന്നുള്ളതാണ്. ദൈവം എല്ലാവരുടെയും സ്നേഹിതനാണ്. ആ വാക്യം പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയുമ്പോൾ കൊർനെല്യോസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. കൊർനെല്യോസ് ആരായിരുന്നു? ഒരു വിജാതീയനായിരുന്നു. യഹൂദ മതത്തിന് പുറത്തുള്ളൊരു വ്യക്തിയാണ്. നമുക്കൊക്കെ മുന്നോടിയായ ഒരു വിശ്വാസി. ആ വ്യക്തിയെ സന്ധിച്ചപ്പോൾ, അവരുടെ വീട്ടിൽ സന്ധിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്: ദൈവത്തിന് മുഖപക്ഷമില്ല. എന്താ യഹൂദന്മാർക്കുണ്ടായിരുന്നു. ജാതികളെ അവർ കണ്ടിരുന്നത്, അവർ ട്രീറ്റ് ചെയ്തിരുന്ന ഡോഗ്സ് എന്ന ലിറ്ററലായ, എന്ന് വെച്ചാൽ ആ ഒരു ഡോഗിന് അവിടെ ഒരു നെഗറ്റീവായൊരു കൊണോട്ടേഷനാണ് അവർ കൊടുക്കുന്നത്. അത്രയും മോശമായൊരു ചിത്രമായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരെയും തന്നോടടുപ്പിക്കാനും തൻ്റെ മഹത്വത്തിൽ ചേർക്കാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പത്രോസ് അവിടെ പരസ്യപ്രഖ്യാപനം ചെയ്യുക. പത്രോസ് പോലും വിഭിന്നമായ അഭിപ്രായക്കാരനായിരുന്നിട്ടും തനിക്ക് രൂപാന്തരം വരുത്തി തൻ്റെ ചിന്താഗതിയെ മാറ്റി അങ്ങനെ ഒരു മഹത്തായ സ്റ്റേറ്റ്മെന്റ് അപ്പോസ്തലപ്രവൃത്തി രേഖപ്പെടുത്തിയത് കൊണ്ട് നമുക്കും ദൈവരാജ്യത്തിലേക്ക് നമുക്ക് മാതൃകയായി, നമുക്ക് മുന്നോടിയായി, നമുക്ക് ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ സാധ്യത തെളിയിക്കുകയാണ്. അതൊരു ഡോക്യുമെൻ്റാണ്, നമുക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് കൂടെയാണ്, നമ്മുടെ ഒരു ആധാരം പോലെ. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഗോഡ് ഈസ് എ ഫ്രണ്ട് ഓഫ് എവ്രി വൺ. അവന് റേസുകളില്ല, ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത, മുഖപക്ഷമില്ലാത്ത ദൈവം സകലരുടെയും സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമാണ്. യഹൂദനും മാത്രമല്ല, സകലരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരോടും സൗഹൃദം, എല്ലാവരോടും ആ ബന്ധം റെസ്റ്റോർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന മഹത്തായ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. ഇതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് അനന്തമായ സത്യങ്ങൾ അത് ഹൃദയംഗമായി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. ഗോഡ് ഈസ്, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മുടെ പരിമിതികളെ നോക്കുന്നവനല്ല ദൈവം. നമ്മുടെ പൊക്കക്കുറവുകളും നോക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് യാതൊരു തരത്തിലുള്ള അതിർവരമ്പുകളുമില്ല. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളയുകയാണ് ദൈവം ചെയ്യുന്നത്. സഭ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തരായ ആളുകൾ, വ്യത്യസ്ത പശ്ചാത്തലമുള്ളവർ ക്രിസ്തുവിൽ സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരുടെയും സ്നേഹിതനായ ദൈവം, എല്ലാവരുടെയും സ്നേഹിതനായ ദൈവം. ദൈവം ആരെയെങ്കിലും അങ്ങോട്ട് മാറി നിൽക്കുന്ന തമ്പുരാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരായിട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ. ആരെയും മാറ്റി നിർത്തിയില്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ, ഇൻഫാക്ട് ബലഹീനമായതാണ് ദൈവം തിരഞ്ഞെടുത്തത് പറയുമ്പോൾ, ദൈവം എപ്പോഴും ബൈബിളിൽ അങ്ങനെ ഒരു ബയസ് ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. എന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള, ബലഹീനമായിട്ടുള്ള വ്യക്തികളോട് ദൈവത്തിന് ഒരു ചായ്വ് കൂടുതലാണ്. താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന എന്തൊക്കെയുള്ള വാക്കുകൾ അതങ്ങനെയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുക എന്ന് പറഞ്ഞ, കുപ്പ എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ദിവസം എവിടെ ഈ പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ്, I don't know where, somewhere near it has happened. What a tragedy that is. അമ്മമാരാണ് ചെയ്യുന്നത്. Whatever be the reason. Hallelujah. അതുകൊണ്ട് പ്രിയരെ,
ഞാൻ ഇന്ന് അവസാനമായി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വയ്ക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി എനിക്കറിയാം. എന്തായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈപ്പിലിന് വെള്ളമില്ലാത്തതാണോ? യെസ്. പക്ഷെ ലോകത്തിലെ ആദ്യത്തെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? യെസ്, അനുസരണക്കേടാണ്. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രശ്നം ഞാൻ കാണുക. ആദ്യത്തെ പ്രശ്നം ഡിസയർ, യു കുഡ് സേ. പക്ഷെ ബൈബിളിൽ ഒരു വാക്യം പറയണം. ഉൽപ്പത്തി പുസ്തകം 2:18 വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നന്നല്ല എന്ന് ദൈവം പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? പാപമല്ല, ലോൺലിനെസ്, ഏകാന്തത ആണ് ആദ്യത്തെ നല്ലതല്ലാത്ത കാര്യം അക്കോർഡിംഗ് ടു ബൈബിൾ. ദിസ് ഈസ് ബിഫോർ ഫോൾ. ഏകാന്തത നല്ലതല്ല. മനുഷ്യന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണം. ഇവിടെ ഒരു ഫാമിലി വേണം. ദൈവം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഫാമിലി എന്ന മഹത്തായ സത്യം. ദൈവം ഏകനല്ലെന്നുള്ളതിന്റെ ഏറ്റവും മഹത്തായ കാര്യം എന്താണെന്നറിയാമോ? ദിസ് ഈസ് എ പിവറ്റൽ തിങ്. ഇത് വളരെ നിർണായകമായൊരു സത്യമാണ്. ദൈവം ഏകനാണ്, തത്വത്തിൽ ഏകനാണ്. പക്ഷെ ദൈവം ഈ പ്ലൂറലായ തൃത്വം എന്ന ഈ മഹത്തായതൊരു ഫാമിലിയാണ് പ്രതികരിക്കുന്നത്. ദൈവത്തിന്റെ സാദൃശ്യം പോലും അതാണെന്ന് ചിന്തിക്കുന്ന ഭക്തന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൽ റിലേഷൻ ഉണ്ടെന്നുള്ളതാണ്. റിലേഷൻ ഇല്ലാത്ത ദൈവത്തിന് റിലേഷണലായ റിലേഷൻ എന്താ ആ ദൈവത്തിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? Now you minus relationship in the world. ലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, സ്നേഹിതർ, you minus church family, how miserable the world would be. ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്താണെന്നറിയാമോ? പരിഷ്കാരങ്ങൾ കൂടിക്കൂടി നമ്മൾ ഇന്ന് ഏകാന്തതയിലേക്ക് മൂവ് ചെയ്യുകയാണെന്നാ പഠനങ്ങൾ പറയുന്നത്. We are increasingly become lonely. നമ്മൾ ഇന്ന് ഐപാഡും ഐഫോണുകളുമാണ് നമുക്ക് വേണ്ടത്. എല്ലാം ആയി നമ്മളൊരു സ്ക്രീനിലേക്ക് ചുരുങ്ങി പ്രിയരെ. ബന്ധങ്ങൾ ബാഷ്പീകരിച്ചു പോയി. That is a big problem. That's a big problem. മാനസികമായി നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന്റെ പോലും കാരണം ഇതാണത്രേ. നമ്മൾ ഏകാന്തതയിലേക്ക് പോയി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പണ്ട് 4 മാനസിക ചികിത്സ വേണമായിരുന്നു. ഇന്ന് 3, 2 ഒരാൾക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവിടുത്തെ ഡോക്ടേഴ്സിന് പോലും. ദിസ് ഈസ് പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അവസ്ഥയാണിത്. കാരണം എന്താണെന്നറിയാമോ? ബന്ധങ്ങളിൽ ശിഥിലീകരണം, ബാഷ്പീകരണം വന്നു. ഏകാന്തതയിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നത് എങ്ങോട്ടാ? സൗഹൃദത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ആ മഹാബന്ധത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. ഞാൻ ഈ ചിന്തകളെക്കുറിച്ച് കുറെ കൂടെ ചിന്തിക്കാനും പഠിക്കാനും ഇന്ന് ഞാൻ ആ ഭാഗത്തിൻ്റെ ഇത്രയും നേരെ ഈ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. നമുക്ക് ഈ ചിന്തകൾ തുടരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് എത്രമാത്രം നിർണായകമാണ് ദൈവം തന്ന ഈ സ്നേഹബന്ധം എന്ന റിലേഷണൽ ബീയിങ്സ് ആയിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എത്ര മഹത്തായ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, സ്നേഹിതരെ ഓർത്ത്
നമുക്ക് ഒരു നിമിഷം ഒന്ന് നന്ദി പറയാമോ? ജസ്റ്റ് ബിക്കോസ് ദേ ആർ ദെയർ. ഹല്ലേലൂയ. ദൈവം എന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്, എന്നെ നിറയ്ക്കുന്നതിന് അത് കാരണമായി തീരുകയാണ് പ്രിയരെ. ഹല്ലേലൂയ. എത്ര മഹത്തായ കാര്യമാണത്. ദൈവം നമ്മളെ വിളിക്കുന്ന ഈ മഹാ സൗഹൃദത്തെക്കുറിച്ച് ഈ സത്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിൽ അലയടിക്കട്ടെ. ദൈവം, ഗോഡ് ഈസ് എ ഫ്രണ്ട് ഹു ഈസ് റിയൽ. സാങ്കല്പികമല്ല, യഥാവാനായ ദൈവം. അവിടുന്ന് ഹീ ഈസ് എ റിയൽ ഫ്രണ്ട്. ഹീ ഈസ് എ റിയൽ ഫ്രണ്ട്. ആ റിയൽ ഫ്രണ്ടിന്റെ സാദൃശ്യത്തിൽ നമ്മൾ നിർമ്മിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാനും കരുണ കാണിക്കാനും ആ കമ്മ്യൂണിറ്റി ആയിട്ട്, ഫാമിലി ആയിട്ട് ജീവിക്കാനും ഒക്കെയുള്ള ആഗ്രഹവും കൃപയും ഒക്കെ ഉള്ളതെന്ന് ഞാൻ ചിന്തിക്കുക. അതും നമ്മൾ ദൈവ സാദൃശ്യത്തെ ഫുൾഫിൽ ചെയ്യാണ്. നമ്മളെ നിരന്തരം സ്നേഹിക്കുന്നവനാണ് ദൈവം. നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന മൂടനുസരിച്ച് സ്നേഹിക്കുന്നവനല്ല ദൈവം. നമ്മുടെ മൂഡ് ചിലപ്പോൾ പോയാലും നിരന്തരം നമ്മളെ പിന്തുടർന്ന് സ്നേഹിക്കുന്ന, തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അവസാനത്തോളം അങ്ങനെ ഒരു സ്നേഹിതനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാണസ്നേഹിതനെന്ന് വിളിക്കാൻ യോഗ്യൻ കർത്താവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നതാണ് ആ സൗഹൃദം. നടക്കുമ്പം നമ്മളും മുല്ലപ്പൂമണം ഏറ്റുകിടക്കും കല്ലിനും ആ സൗരഭ്യമുണ്ടാകുമെന്ന് കവി പാടിയതുപോലെ ഈ കല്ലായ ഹൃദയം പോലും മാംസളമായി തീരും ഈ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ. നമ്മളും ട്രസ്റ്റ് വർദിയായി, ദൈവത്തിന് കൊള്ളാകുന്നവരായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് നന്ദി. നമ്മളും അങ്ങനെ ആ ഒരു പാതയിലായിരിക്കും നമ്മൾ മുന്നേറുന്നത്. ആൻഡ് എന്നേക്കും മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹബന്ധത്തിലേക്കല്ല ദൈവം വിളിക്കുന്നത്, ഒരു സൗഹൃദത്തിലേക്കല്ല ദൈവം വിളിക്കുന്നത്. എന്നേക്കും നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ വിളി എപ്പോഴും ലോകത്തിൻ്റെ മുമ്പിലുണ്ട്, ഏത് മനുഷ്യൻ്റെ മുമ്പിലും ഉണ്ട്. അതാണ് അവസാനം നമ്മൾ കണ്ടത്. എല്ലാവരെയും മുഖപക്ഷമില്ലാതെ, ഏത് വംശം, ഏത് ട്രൈബ്, ഏത് ഭാഷക്കാരൻ, ഹല്ലേലൂയ, ഏത് വർണ്ണക്കാരൻ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്, ദൈവമാണ്. ഈ സ്നേഹബന്ധത്തിൽ വളർന്നു വരാൻ, ഏകാന്തത എന്ന നന്നല്ലാത്ത ഈ അവസ്ഥയ്ക്ക് എന്നേക്കുമായി വിരാമം ദൈവം കുറിക്കുക. ഇന്ന് ലോകം യാത്ര ചെയ്യുന്ന ആ പാന്താവിൽ, ആ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യരുത്. സംസ്കാരം തന്നെ ഉരുവാക്കണം. നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിലൂടെ ആവാം, ഫോൺ വിളിക്കുന്നതിലൂടെ ആവാം, നോട്ടുകൾ അയക്കുന്നതിലൂടെ ആവാം, ഹോസ്പിറ്റാലിറ്റി ആചരിക്കുന്നതിലൂടെ ആവാം. ഒരു ബന്ധത്തിൻ്റെ സംസ്കാരം ഉരുവാക്കണം. ഈ ചിന്തകൾ നമുക്ക് തുടരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന എല്ലാ വിശുദ്ധ ബന്ധങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ജീവിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയാം. നമ്മുടെ സ്നേഹിതർക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ താഴ്ത്തി ഈ വചനങ്ങളിലെ ചില സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളത്തെ തുടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ എൻ ദൈവം, അന്വേഷിക്കും പ്രഭാതേ, ദേഹവും ദേഹിയും ദാഹിക്കുന്നു നീനക്കാ, നീർത്തോടുകൾക്കായി കാക്ഷിക്കും മാനേ പോ നിന്നോടു ചേരുവാൻ വാഞ്ചിക്കുന്നെന്നുള്ളം.
എൻ ജീവനാളെല്ലാം എന്നാഗ്രഹവും നീ എൻ ദിനരാത്രികളിൽ ഞാൻ നിന്നോടാകട്ടെ. എൻ ജീവനാളെല്ലാം എന്നാഗ്രഹവും നീ എൻ ദിനരാത്രികളിൽ ഞാൻ നിന്നോടാകട്ടെ. എൻ ദിനരാത്രികളിൽ ഞാൻ നിന്നോടാകട്ടെ. ഈ ദൈവത്തോടുള്ള ആഗ്രഹത്തിൽ നമുക്ക് ഒരു സീസണിൽ മാത്രമല്ല, ആയുസ് മുഴുവനും ദൈവമേ അങ്ങേ ആഗ്രഹിക്കാൻ, അങ്ങേ പ്രാപിക്കാൻ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ അവിടുത്തെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ദൈവമേ എന്നെ സഹായിക്കണമേ, അങ്ങേ അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ കർത്താവ് തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം ഞാൻ ശരിയാവണ്ണം ഗ്രഹിച്ചിട്ടില്ല കർത്താവേ. അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മേശയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ നമുക്ക് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി കർത്താവ് നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് ഓർക്കുവാൻ, അതിൻ്റെ അർത്ഥം, ആഴം ഗ്രഹിപ്പാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കാം. ഇതിലേറ്റവും പരമാർത്ഥതയോട് ഇത്രമാത്രം എന്നെ സ്നേഹിച്ച ആ സ്നേഹം ദൈവമേ, അത് ആഴിയേക്കാൾ വലുതാണ്, അത് അനന്ത വിഹായുസിനേക്കാൾ വലുതാണ്. ഇതെൻ്റെ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതിലും വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവമേ എന്നെ സ്നേഹിച്ചല്ലോ, അതിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും എന്നെ അവിടുത്തെ മടിയിലിരുത്താൻ, എന്നോട് കൂടെ വസിക്കാൻ, ആ കൂടാരത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഒരു വിധിയാണ് ദൈവം എനിക്കായി കൽപ്പിച്ചത്. അതിനുവേണ്ടിയാണ് എന്നെ വീണ്ടെടുത്തത് എന്ന സത്യം ഇന്ന് നമ്മുടെ ഹൃദയത്തെ നുറുക്കട്ടെ പ്രിയരെ. കൊലോസ്യ ലേഖനത്തിലെ ഈ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് സർവത്തിനും മുമ്പേയുള്ളവൻ, അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ നോക്കി, ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കർത്താവിന്റെ ക്രൂശ് മരണമായിരുന്നു. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും
ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവിടുത്തെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവിടുന്ന് ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ശത്രുക്കളായ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കാൻ ദൈവപുത്രൻ ക്രൂശിൽ നമുക്കായി മരിച്ചു എന്ന സത്യത്തെ അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലും ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.